ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദേവീനാരായണീയം, അതിലെ ഓരോ ദശകങ്ങളുടെയും പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം എന്നിവയാണ്. അതിൽ 1 മുതൽ 10 വരെയുള്ള ദശകങ്ങളിലെ ശ്ലോകങ്ങളുടെ പാരായണവും പദച്ഛേദവും അന്വയാർത്ഥവും വ്യാഖ്യാനവും എല്ലാം നാം ജഗദീശ്വരിയുടെ അനുഗ്രഹം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം അനുസ്മരിക്കുന്നത് ദേവീനാരായണീയത്തിലെ ദശകം 11 ബ്രഹ്മനാരദ സംവാദം. ബ്രഹ്മനാരദ സംവാദം. ഇഷ്ടഭക്തൻ പണ്ഡിതാഗ്രേസരൻ ശ്രീ പാലേലി നാരായണ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീനാരായണീയം എന്ന സ്തോത്രകാവ്യത്തെ നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് 11ാമത്തെ ദശകം ബ്രഹ്മനാരദ സംവാദം, അതായത് ബ്രഹ്മാവും നാരദനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ ദേവിയുടെ മഹത്വത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ ഗ്രന്ഥകർത്താവ്. ഇന്നത്തെ ശ്ലോകങ്ങൾ 1, 2, 3, 4 അതാണ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം, അതിനുശേഷം പദങ്ങളുടെ എല്ലാം പദച്ഛേദവും ആ പദച്ഛേദം കഴിഞ്ഞിട്ട് അന്വയാർത്ഥവും വ്യാഖ്യാനവും എല്ലാം നമുക്ക് ശ്രവിക്കാം. ആദ്യം പാരായണം. ദശകം 11 ബ്രഹ്മനാരദ സംവാദം. ശ്രീനാരദ പദ്മജം ഏകദാഹ പിതസ്ത്വയാ സൃഷ്ടമിദം ജഗത് കിം കിം വിഷ്ണുനാ വാ ഗിരീശേന വാ കിം മകർതൃകം വാ സകലേശ്വരഃ കഃ. ശ്ലോകം 2. ഇതീരിത്വാജ സുതമാഹ സാധു പൃഷ്ടം ത്വയാ നാരദ മാം ശൃണുത്വം വിഭാതി ദേവി ഖലു സർവശക്തി സ്വരൂപിണി
സാ ഭുവനസ്യ ഹേതുഃ. ശ്ലോകം 3. ഏകം പരം ബ്രഹ്മ സദദ്വിതീയമാത്മേതി വേദാന്തവചോഭിരുക്ത ന സാ പുമാൻ സ്ത്രീ ച ന നിർഗുണാ സാ സ്ത്രീത്വം ച പുംസ്വം ച ഗുണൈർദധാതി. ശ്ലോകം 4. സർവം തദാവാസ്യമിദം ജഗത് സാ ജാതാന സർവം തത ഏവ ജാതം തത്രൈവ സർവം ച ഭവേത് പ്രലീനം സൈവാഖിലം നാസ്തി ച കിഞ്ചനാന്യത്. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 1 പദച്ഛേദം ആദ്യം നോക്കാം. പദച്ഛേദം. ശ്രീനാരദഃ പദ്മജം ഏകദാ ആഹ പിതഃ ത്വയാ സൃഷ്ടം ഇദം ജഗത് കിം കിം വിഷ്ണുനാ വാ ഗിരിശേന വാ കിം അകർത്തൃകം വാ സകലേശ്വരഃ കഃ. അന്വയം നോക്കാം. ഏകദാ ശ്രീനാരദഃ, ഒരിക്കൽ ശ്രീനാരദ മഹർഷി പദ്മജം ആഹ. പദ്മജൻ ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ സമീപിച്ച് ആഹ ഇങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു. പിതഃ ഇദം ജഗത്ത്, അച്ഛാ ഈ ജഗത്ത് ത്വയാ സൃഷ്ടം കിം, അച്ഛൻ സൃഷ്ടിച്ചതാണോ? വിഷ്ണുനാ വാക്യം, വിഷ്ണുവാണോ സൃഷ്ടിച്ചത്? അതോ ഗിരീശേന വാക്യം, ശിവനാണോ സൃഷ്ടിച്ചത്? അകർത്തൃകം വാ, ആരും സൃഷ്ടിച്ചതല്ല എന്നാണോ? സകലേശ്വരഃ കഃ, ആരാണ് ഈ സർവേശ്വരൻ? ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ദേവിയുടെ ഇഷ്ടഭക്തൻ പണ്ഡിതാഗ്രേസരൻ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയമാണ് അല്ലെ നാം അനുസ്മരിക്കുന്നത്. അതിൽ 1-ാമത്തെ ശ്ലോകത്തിൽ പദ്മജമേകദാ ആഹ, പത്മത്തിൽ അതായത് താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവിനോട് ശ്രീ നാരദ മഹർഷി ഏകദാ ആഹ, ഒരിക്കൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരിക്കൽ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? പിതാ ത്വയാ സൃഷ്ടമിദം ജഗത് കിം, അച്ഛാ ഈ ജഗത്ത് അങ്ങ് സൃഷ്ടിച്ചതാണോ? വിഷ്ണുവാക്യം, വിഷ്ണുവാണോ സൃഷ്ടിച്ചത്? അതോ ഗിരിശേന വാക്യം, സാക്ഷാൽ ശിവനാണോ സൃഷ്ടിച്ചത്? ഇനി അതല്ല, ആരും സൃഷ്ടിച്ചതല്ല എന്നാണോ? അകർത്തൃകം വാ, ആരും സൃഷ്ടിച്ചതല്ല എന്നാണോ? സകലേശ്വരഃ കഃ, ആരാണ് ഈ സകലേശ്വരൻ? അതായത് ഭുവനേശ്വരി ദർശനത്തിന് ശേഷം ത്രിമൂർത്തികള് സൃഷ്ടാദികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദേവർഷിയായ ശ്രീ നാരദ മഹർഷി തൻ്റെ വീണ മീട്ടിക്കൊണ്ട് നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ സമീപത്തേക്ക്, അതായത് പിതാവാരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ സമീപത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഈ ജഗത്ത് എങ്ങനെയാണ് ഉണ്ടായത്? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. അച്ഛനാണോ ഈ ജഗത്ത് സൃഷ്ടിച്ചത്? ഈ ജഗത്ത് സൃഷ്ടിച്ചത് വിഷ്ണുവാണെന്ന് വൈഷ്ണവന്മാരിൽ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചില ശൈവന്മാരായിട്ടുള്ളവർ പറഞ്ഞു ഈ ജഗത്ത് സൃഷ്ടിച്ചത് ശിവനാണെന്ന്. ഈ ജഗത്ത് സൃഷ്ടിച്ചത് ശക്തിയാണെന്ന് ശാക്തേയന്മാരും പറയുന്നു. ശ്രീ നാരദ മഹർഷി ഇതിനു മുമ്പ് പലരോടും ഈ ചോദ്യം ചോദിച്ചു. അങ്ങനെ പലരിൽ നിന്നും പല പല ഉത്തരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ ജഗത്ത് സൃഷ്ടിച്ചത് ബ്രഹ്മാവോ വിഷ്ണുവോ ശിവനോ ആരാണ്? അതോ ഇനി ആരും സൃഷ്ടിച്ചില്ല, ഇത് അങ്ങനെ തന്നെ ഉണ്ടായതാണെന്നാണോ? സാഖ്യന്മാർ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ കർത്താവില്ലാതെ കാര്യമുണ്ടാവില്ല എന്ന് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള
ശ്രീ നാരദ മഹർഷിക്ക് തോന്നി, സർവേശ്വരൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാവും, അങ്ങനെ ഇല്ലാതെ പറ്റില്ല. അതാണ് നാരദ മഹർഷിയുടെ മതം. അതുകൊണ്ടാണ് ശ്രീ നാരദ മഹർഷി ഒടുവിൽ ചോദിച്ചത്. കർത്താവില്ലാതെ കാര്യമുണ്ടാവില്ലെന്ന് നാരദ മഹർഷിക്ക് അറിയാം. അതുകൊണ്ടാണ് സർവേശ്വരനാര് എന്ന് ഒടുവിൽ ചോദിച്ചത്. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ഇതി ഈരിതഃ അജഃ സുതം ആഹ സാധു പൃഷ്ഠം ത്വയാ നാരദ മാം ശൃണു ത്വം വിഭാതി ദേവീ ഖലു സർവശക്തിസ്വരൂപിണി സാ ഭുവനസ്യ ഹേതുഃ. അന്വയാർത്ഥം നോക്കാം. ഇതി ഈരിതഃ അജഃ. ഇതി ഇപ്രകാരം, ഈരിതഃ പറയപ്പെട്ട, അജഃ ബ്രഹ്മാവ്, സൂതം ആഹ, സൂതം എന്ന് വെച്ചാൽ പുത്രൻ, പുത്രനോട് പറഞ്ഞു, ഹേ നാരദ ത്വയാ, ഹേ നാരദ നീ, പൃഷ്ഠം സാധു ചോദിച്ചത് നന്നായി, ത്വം മാം ശൃണു എൻ്റെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം, സർവശക്തി സ്വരൂപിണി, സർവശക്തി സ്വരൂപിണിയായ ദേവീ വിഭാതി ഖലു, ദേവി വിഭാതി എന്ന് വെച്ചാൽ ശോഭിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ദേവി ശോഭിക്കുന്നുണ്ട്. സാ ഭുവനസ്യ ഹേതുഹു, ആ ദേവിയാണ് ത്രിഭുവനത്തിന് ഹേതു, ത്രിഭുവനത്തിന് കാരണം. ആ ദേവിയാണ് കാരണഭൂത. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ഇതി ഈരിതോ അജഹ, ഇപ്രകാരം പറയപ്പെട്ട ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് സുത ആഹ തൻ്റെ മകനോട് പറഞ്ഞു. തൻ്റെ മകൻ ശ്രീ നാരദ മഹർഷിയാണല്ലോ ചോദിച്ചത്. തൻ്റെ മകനായ നാരദ മഹർഷിയാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് ബ്രഹ്മാവിനോട്, അല്ലേ? അപ്പോ സുതം ആഹ തൻ്റെ മകനോട് പറഞ്ഞു, സാധുപൃഷ്ടം ത്വയാ നാരദ മാം ശൃണു ത്വം വിഭാതി ദേവി ഖലു സർവശക്തിസ്വരൂപിണി സാ ഭുവനസ്യ ഹേതുഃ. ഭുവനത്തിന് കാരണം എന്ന് പറയുന്നത് ആരാണ്? സർവശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയാണ്. ശ്രീ നാരദ മഹർഷി ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് തൻ്റെ പിതാവിനോട് ചോദിച്ചത്. അപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, സർവശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയാണ് ഭുവനത്തിന് കാരണം എന്ന് പറയുന്നത് ആരാണെന്നല്ല ചോദിച്ചത്, സർവശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയാണ്. അതുകൊണ്ട് നീ എൻ്റെ വാക്ക് നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കൂ, ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. എൻ്റെ വാക്ക് കേട്ടോളൂ. ഇതാ, ജഗത്തിന്റെ കർത്താവ് ആര് എന്ന ചോദ്യത്തിന് ഉടൻ തന്നെ ബ്രഹ്മാവ് മറുപടി കൊടുത്തു. എന്താണ് കൊടുത്തത്? സർവശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ ജഗദീശ്വരി, ആ ജഗദംബയാണ് എല്ലാറ്റിനും കാരണഭൂത. നാരദൻ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണല്ലോ ചോദിച്ചത്. അപ്പോ ആ പിതാവ് ആ ചോദ്യത്തെ തന്നെ അനുമോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ജഗത്തിന്റെ കർത്താവ് ആര് എന്ന ചോദ്യത്തിന് ഉടനെ തന്നെ മറുപടിയും കൊടുത്തു. സർവശക്തി സ്വരൂപിണിയായ ദേവിയാണ് ജഗത് കാരണഭൂത എന്ന് ഉത്തരം കൊടുത്തു. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ്. ഇനി ശ്ലോകം 3, അതിൻ്റെ പദച്ഛേദം നോക്കാം. ഏകം പരം ബ്രഹ്മ സത് അദ്വിതീയം ആത്മേതി ആത്മാ ഇതി. ആത്മേതി എന്നുള്ളത് ആത്മാ ഇതി വേദാന്തവചോഭിഃ ഉക്ത ന സാ പുമാൻ സ്ത്രീ ച ന നിർഗുണാ സാ സ്ത്രീത്വം ച പുംസ്ത്വം ച ഗുണൈഃ ദധാതി.
അന്വയം നോക്കാം. ഏകം അദ്വിതീയം, ഏകം ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്, അദ്വിതീയം രണ്ടില്ലാത്തതുമായ, ഒന്ന് മാത്രമാണ് രണ്ടില്ലാത്തതുമായ, പരബ്രഹ്മ സത്ത്, പരബ്രഹ്മ സത്ത എന്നും, ആത്മാ ഇതി ആത്മാവ് എന്നും മറ്റും വേദാന്തവചോഭിഹി വേദാന്തവാക്യങ്ങളെ കൊണ്ട് ഉക്താസ നിർദ്ദേശിക്കപ്പെട്ട ആ ദേവി. അപ്പൊ നോക്കൂ, ഒന്ന് മാത്രം രണ്ടില്ലാത്തത് പരബ്രഹ്മ സത്ത എന്ന്, പിന്നെ ആത്മാവ് എന്ന് വേദാന്തവാക്യങ്ങളെ കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ആ ദേവി. ആ ദേവി പുമാൻ ന പുരുഷനല്ല, സ്ത്രീ ച ന സ്ത്രീയുമല്ല, നിർഗുണാസ നിർഗുണയായ ആ ദേവി, ഗുണൈഹി ഗുണങ്ങൾ കൊണ്ട്, സ്ത്രീത്വം ച പുംസ്ത്വം ച സ്ത്രീത്വത്തെയും പുംസ്ത്വത്തെയും ദധാതി ധരിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദേവി ആരാണ്? ഏകമേവാദ്വിതീയം ബ്രഹ്മ മുതലായ വേദാന്ത വാക്യങ്ങൾ കൊണ്ട് ഏതൊന്ന് നിർദ്ദേശിക്കപ്പെടുന്നുവോ അതാണ് ദേവി. അപ്പൊ ദേവി ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്തു അല്ലെ. ഈ ദേവി ആരാണെന്ന് തൻ്റെ പുത്രന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ എല്ലാറ്റിനും കാരണഭൂത ആരാണ്? ആ ജഗദീശ്വരിയാണ്, ആ ജഗദംബയാണ്. എന്നിട്ട് ബ്രഹ്മാവത് പറയുകയും ചെയ്യുന്നു, ഈ ദേവി എങ്ങനെ ഉള്ളവളാണ്? ഏകം പരം നിർഗുണ പരബ്രഹ്മമാണ് ഈ ദേവി. ഈ നിർഗുണ പരബ്രഹ്മത്തെ ഏകം എന്ന് പറയുന്നു, അദ്വിതീയം ഒന്ന് മാത്രമെന്നും രണ്ടില്ലാത്തതാണെന്നും ആയിട്ടുള്ള ഈ പരബ്രഹ്മത്തെ, അല്ലെങ്കിൽ ഈ പരബ്രഹ്മ സത്ത എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ചിലർ ആത്മാവ് എന്നും പറയുന്നു. വേദാന്ത വാക്യങ്ങളെ കൊണ്ട് ഉക്താസ നിർദ്ദേശിക്കപ്പെട്ട ആ ദേവി, വേദങ്ങളിൽ വാഴ്ത്തപ്പെട്ട ആ ദേവി ഒരു പുരുഷനല്ല, സ്ത്രീജന സ്ത്രീയും അല്ല, നിർഗുണയായ ആ ദേവി പിന്നെ എങ്ങനെയാണ് ഈ നിലയിലേക്ക് വരുന്നത്? സ്ത്രീയായിട്ടും പുരുഷനായിട്ടും തോന്നുന്നത്. അതായത് ഈ നിർഗുണയാണ് ദേവി, ആ ദേവി പിന്നെ എങ്ങനെയാണ് ഈ നിലയിലേക്ക് വരുന്നത്, സ്ത്രീയായിട്ടും പുരുഷനായിട്ടുമൊക്കെ തോന്നുന്നത്? സ്ത്രീത്വത്തെയും പുരുഷത്വത്തെയും ഗുണേർദദാതി ഈ ഗുണങ്ങളെ കൊണ്ട് അതിനെ സ്വീകരിക്കുന്നു എന്നാണ്. സ്ത്രീയുമല്ല പുരുഷനുമല്ല അല്ലെ, അതാണല്ലോ ഇവിടെ പറയുന്നത്. ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദേവി നിർഗുണാസ സ്ത്രീത്വം ച പുംസ്ത്വം ച ഗുണേർദദാതി. അതായത് ഗുണങ്ങൾ കൊണ്ട് സ്ത്രീത്വത്തെയും പുംസ്ത്വത്തെയും ധരിക്കുന്നു. അപ്പോ ഒരു നടൻ, നമ്മൾ നാടകങ്ങളോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഒക്കെ കാണുമ്പോൾ ഒരു നടൻ അതിൽ അഭിനയിക്കുന്നുണ്ടാവും അല്ലേ. ആ നടൻ എങ്ങനെയാണ് പുരുഷവേഷവും സ്ത്രീവേഷവും ഒക്കെ കെട്ടി യഥോചിതം അഭിനയിക്കുന്നത്? നമ്മൾ പല സിനിമകളിലും കാണാറുണ്ട് അല്ലേ. ഒരു നടൻ പുരുഷനായിട്ടും വേഷം കെട്ടും സ്ത്രീയായിട്ടും വേഷം കെട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അത് ആ വേഷം കെട്ടി യഥോചിതം അഭിനയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ദേവി നിർഗുണ പരബ്രഹ്മമായതുകൊണ്ട് രണ്ടും ആവാൻ സാധിക്കും. ദേവിക്ക് എല്ലാം കഴിയും, എല്ലാം സാധിക്കും. ദേവിക്ക് പുരുഷനായും സ്ത്രീയായും ലീലയാടിക്കൊണ്ടിരിക്കുകയാണ് ദേവി. അങ്ങനെയുള്ള ഈ ദേവി ഇനി അടുത്ത 4-ാമത്തെ ശ്ലോകത്തില് എന്താണെന്ന് പറയുന്നുണ്ട്. 4-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നമുക്ക് നോക്കാം. സർവം തദാവാസ്യം ഇദം ജഗത് സാ ജാത ന സർവം തതഃ ഏവ ജാതം തത്ര ഏവ സർവം ച ഭവേത് പ്രലീനം സാ ഏവ അഖിലം ന അസ്തി ച കിഞ്ചന അന്യത്. അന്വയാർത്ഥം നമുക്ക് നോക്കാം. ഇതം സർവം ജഗത്, സർവം തദാവാസ്യം ഇതം ജഗത്, ഈ ജഗത്ത് മുഴുവൻ തദാവാസ്യം ആ ദേവിയാൽ ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, മൂടപ്പെട്ടിരിക്കുന്നു. സാ ജാത ന ദേവി ജനിച്ചവളല്ല,
സർവം തതഃ ഏവ ജാതം. എല്ലാം ദേവിയിൽ നിന്നാണ് ജനിച്ചത്. ദേവി ജനിച്ചവളല്ല, എല്ലാം ദേവിയിൽ നിന്നാണ് ജനിച്ചത്. സർവം തത്ര ഏവ, എല്ലാം ദേവിയിൽ തന്നെയാണ്. പ്രലീനം ഭവേത് ച, എല്ലാം ദേവിയിൽ തന്നെ ലയിക്കുകയും ചെയ്യും. അഖിലം സാ ഏവ, എല്ലാം ദേവി തന്നെ, ഈ കാണുന്ന അഖിലം മുഴുവൻ ദേവി തന്നെ. അന്യത് കിഞ്ചന ന അസ്തി ച, ദേവിയിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. സർവം തഥാവാസ്യമിതം ജഗത്സ, ഈ ജഗത്ത് മുഴുവൻ ദേവിയാൽ ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ജഗത്ത് ദേവിയാൽ അഭിവ്യാപ്തമാണ്, ആച്ഛാദിതമാണ്. ഈ ലോകം മുഴുവൻ ദേവിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈ ദേവി ജനിച്ചവളല്ല. ദേവി ജനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ദേവിയിൽ നിന്നാണ് ജനിച്ചത്. സർവം തത ഏവജാതം, എല്ലാം ദേവിയിൽ നിന്നാണ് ജനിച്ചത്. തത്രൈവ സർവം ച ഭവേത് പ്രലീനം. അപ്പോ ഈ ദേവിയിൽ നിന്ന് ജനിച്ചതെല്ലാം, ദേവിയിൽ നിന്ന് ജനിച്ചിട്ടുള്ള എല്ലാം തന്നെ ദേവിയിൽ തന്നെ പ്രലീനമാകുന്നു, ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ദേവിയിൽ നിന്ന് ഈ ജഗത്ത് മുഴുവൻ ഉണ്ടാവുന്നു, അത് ദേവിയിൽ തന്നെ മുഴുവനും ലയിച്ചു ചേരുകയും ചെയ്യുന്നു. സ ഏവ അഖിലം, എല്ലാം ദേവി തന്നെ. അന്യത് കിഞ്ചന ന അസ്തി ച, ദേവിയിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെയില്ല. എല്ലാം ദേവി തന്നെ, എല്ലാം ഈ കാണുന്നതെല്ലാം ദേവി തന്നെ. സമുദ്രത്തില് തിര, നുര, പതകൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? നമ്മൾ കാണാറുണ്ട്. കടലിലൊക്കെ പോയി നിന്നാൽ അവിടെ നല്ലപോലെ അലയടിച്ച് തിര ഇങ്ങനെ അടിച്ചടിച്ച് പോണ കാണാം. അതിലൊക്കെ നുര, പത ഒക്കെ കാണാം. ഇതിന്റെ കർത്താവും കരണവും അധിഷ്ഠാനവും ഒക്കെ എന്താണ്? ആ കടൽ തന്നെയാണ്, ആ സമുദ്രം തന്നെയാണ്. കടലിൽ നിന്ന് അന്യയല്ല. അതായത് ഈ സമുദ്രം തന്നെയാ, ഈ ആ സമുദ്രത്തിൽ കാണുന്ന തിര, നുര, പത ഇതൊക്കെ സമുദ്രത്തില് അല്ലെങ്കിൽ കടലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതൊന്നും കടലിൽ നിന്ന് അന്യയല്ല. നമ്മളൊക്കെ പറയുന്നു, നമ്മൾ എന്തൊക്കെയാ പറയണത് ഇങ്ങനെ കാണുമ്പോൾ? തിരമാലകള്, ഈ നൊര, പത ഒക്കെ എന്താണ്? അതൊക്കെ കടലാണ്, അല്ലെങ്കിൽ അതൊക്കെ സമുദ്രമാണ്. ഇതേപോലെ ഈ ജഗത് ദൃശ്യ പ്രപഞ്ചം ഈ ദേവിയിൽ നിന്ന് അന്യമല്ല, എല്ലാം ദേവിയാൽ ആച്ഛാദിതമാണ്. ഈശാവാസ്യമിതം സർവം, ഉപനിഷത്ത് മന്ത്രം നമ്മളിപ്പോൾ ഓർക്കുന്നത് വളരെ നല്ലതാണ്. കടലിൽ നിന്നും ഉണ്ടാകുന്ന തിരയും നുരയും പതിയും എല്ലാം തന്നെ കടലിൽ തന്നെ ലയിച്ചു ചേരുന്നു അല്ലേ? നമ്മൾ കാണാറുണ്ട്, കടൽ കാണാൻ പോകുമ്പോൾ നല്ല പോലെ തിരയടിച്ചിങ്ങനെ വരുന്ന കാണാം. തിരിച്ചതുപോലെ ആ കടലിലേക്ക് തന്നെ പോവുകയും ചെയ്യും അല്ലേ? അതിൽ വരുന്ന നുര, പത എല്ലാം ആ കടലിലേക്ക് തന്നെ പോകുന്നുണ്ട്. ദേവി കൃപാസമുദ്രമാണ്, കരുണാസാഗരം എന്നൊക്കെ അല്ലേ ഭഗവതി പറയുക. ആ ജഗദംബ കരുണാമയിയാണ്, കൃപാസമുദ്രമാണ്, കരുണാസാഗരമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ദേവി തന്നെയാണ്. അങ്ങനെ ദേവിയെ നാം എല്ലാം വിശേഷിപ്പിക്കാറുമുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറില്ലേ? കരുണാസാഗരം, ദേവി കൃപാസമുദ്രമാണ്, കരുണാസാഗരമാണ് എന്നെല്ലാം നാം ദേവിയെ വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ദേവിയിൽ നിന്നും പ്രപഞ്ചം തന്നെയാണ് അപ്പോൾ ദേവി. ഈ സമുദ്രം തന്നെയാണ് ദേവി, പ്രപഞ്ചം തന്നെയാണ് ദേവി. സർവം ദേവീമയം. അതായത് നുരകളും തിര, നുര, പൊതകൾ ഇതൊക്കെ കടലിലുണ്ടാവും. ആ കടലിൽ നിലനിൽക്കുകയും ചെയ്യും, കടലിൽ തന്നെ ലയിക്കുകയും ചെയ്യും. ഇതുപോലെ ഈ ദൃശ്യപ്രപഞ്ചം, നാം കാണുന്ന ഈ പ്രപഞ്ചം ദേവിയിൽ നിന്ന് ജനിക്കുന്നു, അത് ദേവിയിൽ നിലനിൽക്കുന്നു, ദേവിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. എല്ലാം ദേവീമയം, സർവം ദേവീമയം.
എന്നാണ് ബ്രഹ്മാവ് നാരദ മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കാണുന്നത് എല്ലാറ്റിനും കാരണഭൂതയാണ് ദേവി. ദേവിയിൽ നിന്ന് തന്നെയാണ് എല്ലാം ജനിക്കുന്നത്, ദേവിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു, ദേവിയിൽ തന്നെ എല്ലാം ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാം ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം, ഈ പ്രപഞ്ചവും എല്ലാം ദേവീമയം ആണ് എന്ന് പറയുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.